കഴിഞ്ഞ 30 വർഷത്തോളമായി ആരോഗ്യമേഖലയിൽ സാധാരണക്കാരുടെ ആശ്രിത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി MK ഹാജി ഓർഫനേജ് ഹോസ്പിറ്റലിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് മെഗാ സർജറി ക്യാമ്പും മെഡിക്കൽ എക്സിബിഷനും സംഘടിപ്പിക്കുന്നു. ക്യാൻസർ ശസ്ത്രക്രിയകൾ, ജനറൽ സർജറികൾ, ഓർത്തോപീഡിക് സർജറികൾ, ഗൈനക്കോളജി സർജറികൾ, ENT സർജറികൾ, തിമിര ശസ്ത്രക്രിയകൾ, പീഡിയാട്രിക് സർജറികൾ എന്നിവയ്ക്ക് പുറമെ ആന്റിജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയവയ്ക്കും ക്യാമ്പിലൂടെ സഹായം ലഭ്യമാക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ ആളുകൾക്ക് പൂർണ്ണമായും സൌജന്യമായും മറ്റുള്ളവർക്ക് ഇളവുകളോടെയും ശസ്ത്രക്രിയകളും ചികിത്സകളും ചെയ്തു നൽകാൻ ഓർഫനേജ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഏപ്രിൽ 12-ന് ഹോസ്പിറ്റൽ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര IAS നിർവഹിക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന, ഡിജിറ്റൽ മാമോഗ്രാം അടക്കമുള്ള അനുബന്ധ ടെസ്റ്റുകൾ, മെഡിക്കൽ സെമിനാറുകൾ, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകരിക്കുന്ന എക്സിബിഷനുകൾ എന്നിവ ക്യാമ്പിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. 1996 ഫെബ്രുവരി 24-ലാണ് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്നത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയായ ശ്രീമാൻ AK ആന്റണിയാണ് അന്ന് ഈ MK ഓർഫനേജ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏപ്രിൽ 12 ഞായറാഴ്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. അതിൽ നിന്ന് നിർദ്ദയായ രോഗികളെ കണ്ടെത്തി ഒരു 30ഓളം മേജർ സർജറികൾ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ പാവപ്പെട്ട ആളുകൾ, ഒരുപാട് നിർദ്ധരായ ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് TKR അതായത് മുട്ടുകാൽ സർജറി അതിനൊക്കെ പ്രയാസപ്പെട്ട് ഉള്ള ഒരുപാട് രോഗികളിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചുള്ള സർജറി നടത്താനുള്ള പ്രയാസപ്പെടുന്ന രോഗികൾ, ആ രീതിയിലുള്ള, അതുപോലെ തന്നെ കാറ്ററാക്ട് രോഗികൾ, ആ രീതിയിൽ ഒരുപാട് രോഗികൾ ഞങ്ങളിലൂടെ, അതേപോലെ മോമോഗ്രാം എല്ലാ സംവിധാനം നടത്തുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി അതിൽ നിന്നുള്ള നിർദ്ദയരായ രോഗികളെ കണ്ടെത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ 30ഓളം ഈ സർജറികൾ നടത്തുന്നത്. ക്യാമ്പ് രാവിലെ 9 മണിക്കാണ് തുടങ്ങുന്നത്. ഏകദേശം 1 മണി വരെ ഉണ്ടാവും. ക്യാമ്പിന്റെ ഉദ്ദേശം നമ്മുടെ മെഡിക്കൽ ക്യാമ്പല്ല നടത്തുന്നത്, ഒരു സർജറി ക്യാമ്പാണ് നടത്തുന്നത്. സർജറിക്ക് ആവശ്യകതയുള്ള രോഗികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇവിടെ പറഞ്ഞ പോലെ ക്യാൻസർ സർജറികൾ മുതൽ മുട്ടും മാറ്റ ശസ്ത്രക്രിയ, ബ്രസ്റ്റ് സർജറി, അങ്ങനെയുള്ള എല്ലാ സർജറികളും, പിന്നെ പീഡിയാട്രിക് സർജറി അടക്കമുള്ള സർജറികൾക്കും ആവശ്യമുള്ള രോഗികളെ കണ്ടെത്തുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും കുറച്ചൊക്കെ പണം മുടക്കാൻ കഴിയുന്നവർക്ക് ആ ലെവലിലും സർജറികൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ആ ദിവസമല്ല ചെയ്യുന്നത്, അതിന് തുടർന്നുള്ള കുറച്ച് മാസങ്ങളായിട്ടാണ് ചെയ്തു കൊടുക്കുക. ആശുപത്രിയിൽ വരുന്ന പല രോഗികളും സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ വൈകിച്ച് നീട്ടിക്കൊണ്ടുപോയിട്ട് ആരെങ്കിലും സഹായിച്ചാലും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറാറുണ്ട്. ഉദാഹരണത്തിന് സ്തനാർബുദം തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും സ്തനാർബുദം കണ്ടെത്തുന്നതിന്റെ ഒരുപാട് പിന്നിലാണ്. അതിന്റെ ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. മാമോഗ്രാഫ് പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് കുറവായതുകൊണ്ട് തന്നെ അന്ന് മലബാർ ക്യാൻസർ സൊസൈറ്റിയുമായി സഹകരിച്ചിട്ട് അവരുടെ മൊബൈൽ കാരവൻ ഇവിടെ ഉണ്ടായിരിക്കും. സാമ്പത്തികമായിട്ട് ചികിത്സിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും, സാമ്പത്തികമായിട്ട് പറ്റാവുന്ന ആളുകൾക്ക് അത് അടച്ചിട്ടൊരു പ്രത്യേക നിരക്കിലുമാണ് നമ്മൾ സർജറികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സർജറി എന്നുള്ളത് മറ്റുള്ള പ്രൊസീജിയർ പോലെ അല്ല, ഒരു നീണ്ട സർജറി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ഇത്ര അധികം സർജറി ആയതിനാൽ അത് അതിന്റെ പ്രയോറിറ്റി നോക്കിയിട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏത് കേസാണോ
ആദ്യം ചെയ്യേണ്ടത് അതിനനുസരിച്ച് കാര്യം ചെയ്തു കൊടുക്കുക. നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.